ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് വീഡിയോ. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. എന്തെങ്കിലും ഒരു ടോപ്പിക് വേണമല്ലോ യൂട്യൂബ് വ്ലോഗ് എടുക്കാൻ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക് വിചാരിച്ചത്. സോ ഇന്ന് മെയ് 9th ആണ്. എൻ്റെ 6 month ആയി കല്യാണം കഴിച്ചിട്ട് 6 month ആനിവേഴ്സറി ആണ്. സോ ഞാൻ വിചാരിച്ചു നൗഷയ്ക്കൊക്കെ കുറച്ച് സർപ്രൈസ് ഒക്കെ കൊടുക്കാം. ഇത് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. ഞാൻ ഗിഫ്റ്റ് മേടിച്ച് അങ്ങനെ കുറെ പ്ലാനൊക്കെ ചെയ്ത്. പക്ഷെ ഞാനത് ആദ്യം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്താം. അപ്പം ഞാൻ വിചാരിച്ച ഡ്യൂട്ടി കഴിഞ്ഞ് നൗഷയ്ക്ക് എത്തുന്നതിന് മുന്നേ ഫുള്ള് സർപ്രൈസ് ആക്കണം, ക്യാൻഡിൽസ് ഒക്കെ വെച്ച് സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചു. സർപ്രൈസ് നമ്പർ 1. ആദ്യം തന്നെ ഞാനൊരു ഷൂസ് ഓർഡർ ചെയ്തായിരുന്നു ഓൺലൈനായിട്ട്. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഓർഡർ ചെയ്തതാകുമ്പോൾ പക്ഷെ കാണുമല്ലോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിരുന്നു. എന്നോട് എപ്പോഴോ പറഞ്ഞിരുന്നു നൈറ്റ് ഡങ്ക് മേടിക്കാൻ പൂതിയുണ്ട്. സോ ഞാൻ അതെന്നെ ഓർഡർ ചെയ്ത്. നൗഷയ്ക്ക് ഒരിക്കലും ഗസ് ചെയ്യൂല ഞാൻ ഇത് മേടിക്കുന്നത്. കാരണം അങ്ങനെ ഒരു വട്ടം 1-2 വട്ടം മാക്സിമം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അത് വന്നപ്പോൾ തന്നെ ഞാൻ തുറന്നു നോക്കി. എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി. നല്ലൊരു മോഡലായിരുന്നു. എനിക്ക് ഷൂസിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതവിടെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി അതിൽ തന്നെ എടുത്ത് വെച്ച്. ഇനി ബാക്കി വേണമെങ്കിൽ ആവശ്യമൊക്കെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആദ്യം ചെയ്തത് റാപ്പർ മേടിക്കാൻ പോയി. എനിക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു. സർപ്രൈസായിട്ട് അത് ടേബിളിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുമ്പോൾ പൊട്ടിക്കുമ്പോഴുള്ളൊരു രസമുണ്ടല്ലോ. അങ്ങനെ റാപ്പർ സെലക്ട് ചെയ്ത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. എനിക്കത് ഇഷ്ടപ്പെട്ട് അങ്ങനെ അത് സെലക്ട് ചെയ്ത്. ഇന്ന് 9 എന്നാണ് ഞാൻ സർപ്രൈസ് പ്ലാൻ ചെയ്തത്. ഇന്ന് മൊത്തത്തിൽ ഞാൻ മൂഞ്ചിപ്പോയി ഗൈസ്. കാരണം ഇന്ന് നാളെ രണ്ടുപേർക്കും ലീവ് ആയതുകൊണ്ട് ഇന്ന് നേരത്തെ പോയിട്ട് സർപ്രൈസ് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇന്ന് നൗഷിക്കൊക്കെ തീരെ വൈകി. അപ്പം നൗഷിക്ക സിക്ക് ലീവ് എടുത്ത്. സോ ആ പ്ലാൻ മൂഞ്ചി. അപ്പം ഇന്ന് നേരത്തെ പോയി സർപ്രൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് പണിക്ക് നല്ല ലേറ്റായി. സോ മൊത്തത്തിൽ ഇന്നൊരു മൂഞ്ചി അവസ്ഥയാണ്. ഇനിയിപ്പോൾ എങ്ങനെ സർപ്രൈസ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. കാരണം നൗഷിക്ക് ഓൾറെഡി അവിടെ ഉണ്ടാവും. എന്താ ചെയ്യാൻ നോക്കാം. ഇന്ന് മൊത്തത്തിൽ പ്ലാൻ എന്തായാലും മൂഞ്ചും. കാരണം സർപ്രൈസ് ഞാൻ വിചാരിച്ചത് അവിടെ ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ച് നൗഷിക്ക് വരുമ്പോൾ കാണാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇന്ന് നടക്കില്ല. നൗഷിക്ക് അവിടെ വീട്ടിൽ കിടക്കുന്നുണ്ട്. സോ ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും കാണുമ്പോഴൊരു സർപ്രൈസ് ഉണ്ട്. പിന്നെ ഓൾറെഡി മറ്റേ ഷൂസ് ഇന്നലെ പാക്ക് ചെയ്ത് ഇന്നലെ ഇവിടുന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് ഞാൻ കാണിക്കാൻ പറഞ്ഞു. ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ ഇന്നലെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അത് കൊണ്ടുപോകുമ്പോൾ അത് കാണൂല. ബാക്കി എന്തെങ്കിലും കണ്ണുകെട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും. ക്യാൻഡിൽസ് മേടിക്കാത്ത നന്നായി. ക്യാൻഡിൽസ് ഇനി എങ്ങനെ അറേഞ്ച് ചെയ്യാനായിരുന്നു ഭാഗ്യം. ആ പൈസ. സർപ്രൈസ് നമ്പർ 2. ഒരു ബൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. ആ ബൊക്കെ എനിക്ക് നല്ല റാപ്പ് ചെയ്ത് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന രീതിയിൽ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ടതെന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഷോപ്പിൽ പോയിട്ട് നല്ല റാപ്പൊക്കെ ചെയ്ത് ഒരു ബൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ അവിടുത്തെ സെൻറ്ററിലൊരു ഫ്ലവർ ഷോപ്പിൽ പോയി. അവിടുത്തെ ഒരു ലേഡി എനിക്ക് പിന്നെ ബൊക്കെ സെലക്ട് ചെയ്യാനും അത് അറേഞ്ച് ചെയ്ത് എനിക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാനൊക്കെ സഹായിച്ച്. അവരോട് ചോദിച്ചു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നാണ് ഒക്കെ മേടിച്ചത്. നല്ല ഭംഗിയിലാണ് അവർ അറേഞ്ചൊക്കെ ചെയ്ത് തന്നത്. നല്ല ഭംഗിയില്ല അവരിങ്ങനെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ കാണാൻ. ഭയങ്കര ക്ലീനായിട്ടും പെർഫെക്റ്റായിട്ടുമാണ് അവർ ചെയ്യുന്നത്. അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് തന്നെയായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത്. എനിക്ക് ബൊക്കെ ആയിട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വർക്കിലോട്ട് തിരിച്ചു പോയി. ഹലോ ഗൈസ്, അങ്ങനെ തിരിച്ച് വർക്കിലെത്തിയിട്ട് എൻ്റെ ഫുഡ് കഴിക്കുന്ന സമയമാണ്. നേരത്തെ ക്ലിയർ ഇല്ലാന്ന് വെച്ചിട്ടാണ് ഒന്നുകൂടി കൺസേൺ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പ്ലീസ്. എന്തോ തന്നെ ഫുഡ്. ദിസ് ഈസ് മൈ ബൊക്കെ.
സർപ്രൈസ് നമ്പർ 3, ഒരു ക്യൂട്ട് കേക്ക് മേടിക്കണമെന്നായിരുന്നു. ഞാൻ ഓൾറെഡി വെയിറ്റ് റോസിൽ പോയിട്ട് ഈ കേക്ക് കണ്ടുവച്ചിരുന്നു. നല്ല ക്യൂട്ടല്ലേ കേക്ക് കാണാൻ. ഞങ്ങൾ രണ്ടാളുള്ളതുകൊണ്ട് ചെറിയ കേക്ക് മതി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. സോ ഞാൻ പിന്നെയും ഷോപ്പിംഗ് വന്നു കേക്ക് എടുക്കാൻ. ഇതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പിംഗ് കഴിക്കും. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ബാക്കി സാധനങ്ങൾ ഇന്നലെ മേടിച്ചിരുന്നു. ഇനി തിരിച്ച് പോയിട്ട് ഫുഡ് കഴിക്കണം, ബ്രേക്ക് കഴിക്കണം. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് മേടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. ആ ഷൂ ഇന്നലെ തന്നെ വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് എനിക്ക് അത് ചുമക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയില്ല, എത്താനായി. ഫുള്ള് നല്ല പ്ലാനിങ് ഒക്കെ ആയിരുന്നു. ബർത്ത്ഡേ അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ റിയാക്ഷനൊക്കെ എടുക്കണമെന്ന്. പക്ഷെ ഒന്നും നടക്കൂല. നല്ല സണ്ണി ഡേ ആണ്. ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ തണുപ്പുള്ളൂ. കൊള്ളാം, നല്ല ക്ലൈമറ്റാണ്. സോ റിയാക്ഷനൊക്കെ ഞാൻ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. എൻ്റെ കയ്യിൽ ബാഗും ഉണ്ട്, ഈ കവറും ഉണ്ട്. ഡോറെത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഡോറ് തുറന്ന് കയറും. എനിക്കറിയില്ല എന്താവുമെന്ന്. എൻ്റെ പ്ലാൻ മൊത്തം പാളയതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല. നോക്കാം, എങ്ങനെ വീഡിയോ എടുക്കുന്നു എനിക്ക് ഐഡിയ കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ മാർഗം കാണുമായിരിക്കും. പോയി നോക്കട്ടെ. കുറച്ച് നേരമായിട്ട് ഇവിടെ കിടന്ന് തിരിഞ്ഞ് കളിക്കുകയാണ്. എങ്ങനെ കയറണം എന്നറിയില്ല. കവറിൽ വെച്ച് കൊടുക്കണം, കയ്യിൽ കൊടുക്കണം. ലാസ്റ്റ് കയ്യിൽ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. കവർ ഇവിടെ വെക്കാൻ തീരുമാനിച്ചു. പക്ഷെ എന്നാലും ഡോറും തുറക്കണം. ടാസ്ക്കാണ്. നോക്കാം. ഞാൻ എന്തായാലും പോയി ഡോർ തുറക്കട്ടെ. ഈ ഫോൺ ഇവിടെ പിടിക്കുന്നതാണ് അടുത്ത ഡൗട്ട്. ഹാപ്പി 6th month anniversary. Thank you. ഓർത്തു ഞാൻ ഓർക്കാതെ ഓർമ്മ ഉണ്ടോ? ഹാപ്പി ആയോ? പിന്നെ എൻ്റെ ഫ്ലവേഴ്സ് അങ്ങനെ സർപ്രൈസ് നമ്പർ 1 മാത്രം കൊടുത്ത് സെറ്റാക്കി വെച്ചാൽ പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുമായിരിക്കുമല്ലോ. അതിന് ഞാൻ അടുത്തത് എങ്ങനെ കൊടുക്കും എന്നൊക്കെ അതിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സ്പെഷ്യലി മെയ്ഡ് ഫോർ. അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഹാപ്പിയാ എൻ്റെ കുട്ടൂസ്? ഞാൻ പിന്നെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഉഷക്കൊക്കെ ഡൗട്ട്, ഇനി എന്താണ് ബൊക്കെ മാത്രമല്ലേ. ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് പൂ തരുന്ന വീഡിയോ എടുക്കാനാന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോഴാണ് എനിക്ക് ഐഡിയ വന്ന് കണ്ണ് കെട്ടിയിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുത്താലോ. അങ്ങനെ വേഗം തുണിയൊക്കെ എടുത്തോണ്ടെന്ന് കണ്ണ് കെട്ടി. അതാവുമ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടും ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്യാൻ. കാണരുത്. എന്താ ചെയ്യുന്നത്? എന്ത് തിരക്ക് ജീവിതത്തിൽ ഇത്ര തിരക്കൊന്നും പാടില്ല. ഉണ്ടല്ലേ കേക്കിൽ എനിക്ക് തന്നെ എഴുതണം നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ പലതും എഴുതാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ആ തിരക്കിൽ അതൊന്നും ടൈം കിട്ടില്ല. അങ്ങനെ 6 മാത്രം അറേഞ്ച് ചെയ്ത് കുറച്ച് ക്യാൻഡിൽസൊക്കെ വെച്ച് സെറ്റാക്കി. അതിന് പൊട്ടിക്കല്ലേ ദൂത്. അങ്ങനെ ഞങ്ങൾ
കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്ക് നല്ല ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആയിരുന്നു. ഉള്ളിലൊരു ലെയർ ഓഫ് ബട്ടർ ക്രീമും വരുന്നുണ്ടായിരുന്നു, പിന്നെ വേറൊരു ലെയറും കൂടിയും ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല, കാരണം വെയിറ്റ് റോസ് മേടിച്ചുകൊണ്ട് ഞാൻ ഒരു കുറ്റം പറയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ അത്ര ഒരു നമ്മുടെ നാട്ടിലെ ഒരു ഹോം ബേക്കേഴ്സിൻ്റെ ആ ഒരു ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കിന്. നൗഷിക്കും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഇവിടെ ഇനി നമ്മൾ വീട്ടിലെ ഇനിയുന്ന് അല്ല എന്റെ എവരിയില് കൊണ്ടേ വെച്ചതല്ലത്. ഇതിന്റെ ഓഫീസ് കേൾക്കാം വെച്ച് കീറി. ഓർത്ത് വെച്ചതാണ് ഡങ്ക് വേണമെന്ന് പറഞ്ഞൊക്കെ. വലുതാണോ? ഞാൻ വലിയ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ ലീവ് എടുത്തു. പിന്നെ ഞങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സും ഞങ്ങൾ 6 months കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ അതും അവിടെ തീർന്നു. നൗഷിക്ക് ഷൂസൊക്കെ ട്രൈ ചെയ്ത് ഷൂസ് സൈസ് കുറച്ച് വലുതായിരുന്നു, ബാക്കി നൗഷിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗ്. അങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ് ഒക്കെ. അങ്ങനെ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം, ഞാൻ മറ്റേ ഷൂസ് ഞാനാണെങ്കിലും മറ്റേ ഷൂസ് മേടിച്ചിട്ട് സർപ്രൈസ് ആക്കിയിട്ട് ഞാൻ മറ്റേ സേബിളിന് പോലും മേടിക്കാതെ എന്റെ റെവല്യൂട്ട് എന്നൊക്കെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇതാണല്ലോ വരാം, ഒക്കെ മാറ്റി ഞാൻ ഭയങ്കര സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കാർഡിൽ നിന്നൊക്കെ നമ്മള് ലൈക്ക് മ്യൂച്വൽ കാർഡ് അതിന് ഉപയോഗിക്കാം. അപ്പൊ എൻ്റെ ആ കാർഡിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നൗഷിക്കൊക്കെ നോട്ടിഫിക്കേഷൻ പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്നും മേടിക്കാതെ അത്രയും സീക്രട്ട് ആക്കി സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കാർഡിൽ നിന്നൊക്കെ മേടിച്ചതാ, ശ്രദ്ധിച്ച് ഒക്കെ ചെയ്തൊക്കെ ഞാൻ ഓഫീസ് ടൈമിൽ തന്നെ ചെയ്തു. അപ്പൊ നൗഷിക്ക് അറിയില്ലല്ലോ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാനാണ് ഫോൺ അവിടെ വെച്ചപ്പോ നൗഷിക്ക് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് യുവർ യുവർ ഡെലിവറി ഈസ് അറ്റംപ്റ്റഡ് ആൻഡ് ഫെയിലിയർഡ് ലൈക്ക് ഡെലിവറി സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ പറഞ്ഞു. ഡെലിവറി അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫെയിൽ ആയി എന്നുള്ള ഇമെയിൽ വന്നിട്ട്. അപ്പൊ ഈ സ്പോർട്സ് ഡയറക്ടറിന് ഷൂ മേടിച്ചല്ലേ. എന്നിട്ട് ഒരുമാതിരി ചിരി. എനിക്കാണെങ്കിൽ കള്ളം ഞാൻ ചിരിച്ചു. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പക്ഷേ കൊറേ കള്ളം പറഞ്ഞ എനിക്ക് മേടിച്ചത്. അപ്പൊ എവിടെ ഷൂ എവിടെ കാണിച്ചുണ്ടാന്നൊക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ വേഗം വുമൺ ഷൂസ് എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഫസ്റ്റിൽ വന്ന ഒരു ഭംഗിയുള്ള ഷൂ എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ എന്നോട് നല്ല രസമുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഷൂ റിട്ടേൺ ചെയ്യാൻ പോയി, ഞാൻ ഒന്നും മേടിക്കണില്ലായിരുന്നു. അപ്പം പറഞ്ഞു നല്ല ഷൂ ആണല്ലോ മേടിച്ച. അങ്ങനെ അപ്പൊ അത് കിട്ടിയപ്പോ ഒരു ക്ലൂ ഇല്ല ഇനി ഇല്ല. ഞാൻ അന്ന് എനിക്ക് ഷൂ മേടിച്ചാണ്, ഈ ഷൂ കിട്ടിയില്ല. അറ്റംപ്റ്റ് ചെയ്തിട്ട് 3 അറ്റംപ്റ്റ് ചെയ്തിട്ട് ഒരു റിട്ടേൺ പോവും. എന്തൊക്കെയായിരുന്ന കഥകള്, വൻ സ്റ്റോറികളായിരുന്നു. ഞാൻ നൗഷിക എന്തേനു വിശ്വസിക്കാൻ വേണ്ടിട്ട് എന്റെ വായ തോന്നിയ കള്ളങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അതെന്നെ വിചാരിച്ച് അപ്പൊ ഒന്നും മനസ്സിലായില്ല, ഒന്നും ഇട്ടില്ല. ഞാൻ വിചാരിച്ചു കാരണം എപ്പോഴും എനിക്ക് പക്ഷെ എപ്പോഴും ഇപ്പൊ എല്ലാ മാസം എന്തെങ്കിലും സർപ്രൈസ് ചോക്ലേറ്റ്സ് ആണെങ്കിലും ചെയ്യുന്നല്ലേ. അപ്പൊ ഇക്കൊക്കെ അറിയാലോ ഈ മാസം 6 months ആണ്. അപ്പൊ ഇക്കൊക്കെ തോന്നിയില്ല ഒന്നും ഞാൻ ചെയ്യുന്നൊന്നും വിചാരിച്ചില്ല. ഓ പിന്നെ സത്യോ ഞാൻ മനസ്സുപോലെ വിചാരിച്ചു ഒന്നും അറിയാതെ വരൂ. അപ്പൊ ഞാൻ നൈസിൽ വരുമ്പോ കേക്കും ഫ്ലവറും മേടിച്ചു തരാന്നുള്ളായിരുന്നു. നൗഷിക്ക ഇന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ കേക്കും ഫ്ലവറും മേടിച്ച് സർപ്രൈസ് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷെ പനി പിടിച്ച് കിടപ്പിലായി. എന്നിട്ട് നൗഷിക്കിന്റെ ഫ്രണ്ട്സ് പിന്നെ ഇവിടെ സാധനം മേടിക്കാനോ വന്നാണ്. അപ്പോൾ അവരോ പറഞ്ഞേൽപ്പിച്ച് കേക്ക് ഡെലിവറി ചെയ്യാന്. അവരെപ്പോ 5 മണിക്ക് എത്തുമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് അവര് ഡിലേ ആയി. എന്നിട്ട് ഒരു 6 മണിക്കും എത്തിയില്ല. ഞാൻ എത്തിയിട്ടൊന്നും അവരെത്തിയില്ല. എന്നിട്ടുണ്ട് പിന്നെ ഞാൻ എത്തിയതിനു ശേഷം ഞാൻ ഇതൊക്കെ കിട്ടിയതിന് നീ കേക്ക് മേടിച്ചോ, എന്നാ ഞാൻ കേക്ക് ക്യാൻസൽ ചെയ്തിട്ടല്ലേ ഇപ്പൊ കേക്ക് കേക്ക് മേടിക്കണ്ടല്ലോ.
അങ്ങനെ പിന്നെ അപ്പൊ ഡോര് വിളിച്ചിട്ട് കേക്ക് ഏതാ വേണ്ടത്. അങ്ങനെ പിന്നെ അത് ക്യാൻസൽ ചെയ്ത് അങ്ങനെ ഒരു കേക്ക് ആക്കി. അല്ലെ ഇപ്പൊ 2 കേക്ക് കട്ട് ചെയ്യേണ്ടി വന്നിനി. പക്ഷെ അങ്ങനെ നൗഷിക്കിന്റെ പ്ലാനൊക്കെ മൂഞ്ചിപ്പോയി. എല്ലാം മൂഞ്ചി. ഇന്നത്തെ എന്റെ പനി കാരണം സർപ്രൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ മാസവും എനിക്ക് നൗഷിക്കാണ് സർപ്രൈസ് ചെയ്യല്. അപ്പം ഇപ്രാവശ്യം ഞാൻ നെട്ടിച്ചില്ലേ. ഒരു വട്ടം എന്നോട് 1-2 വട്ടം എനിക്ക് ഓർമ്മയില്ല, എപ്പോഴോ പറഞ്ഞതാണ് നൈക്ക് ഡങ്ക് മേടിക്കണം എന്ന്. അപ്പൊ ഞാനത് മേടിച്ചു. അപ്പം ഞങ്ങളുടെ കുട്ടി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. സോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പറയൂ. പറയൂ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പറയൂ. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. So that's all. Bye. Bye.